നിങ്ങൾ ഈ കെമിസ്ട്രിയിൽ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തെന്ന്? ആ ടേബിളിലെ ആ പിന്നെ ഇത് പേരുകളും അതിൻ്റെ ഷോർട്ട് അതിലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൽഫാബറ്റ് ഒക്കെ പഠിച്ച് വരണമെന്ന്. നമുക്ക് പഠിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേൽ കിടക്കാം. നമുക്ക് ഓരോ ആറ്റത്തിനും അത് മറ്റൊരു വസ്തുവായി കൂടിച്ചേരണമെങ്കിൽ വാലൻസി എന്നൊരു ഇതുണ്ട്. കൂടിച്ചേരാനുള്ള കഴിവ്, അതിന് വാലൻസി എന്ന് പറയാം. അപ്പോൾ എന്താണ് വാലൻസി ഒന്ന് പഠിക്കണമെങ്കിൽ എന്താണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കാം. നമുക്ക് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ചെറിയ ഒരു ഐഡിയ, വിപുലമായിട്ടൊന്നും എടുക്കുന്നില്ല, ചെറുതായിട്ട്. നമ്മൾ പറഞ്ഞു 3 ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഏതൊരു വസ്തുവും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? അതിലേതൊക്കെ ഉണ്ടായിരിക്കുക? പൊട്ടാസ്യം എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടായിരിക്കുക? 3 തരം പാർട്ടിക്കിൾ. ഏതൊക്കെയാ? ഇലക്ട്രോൺ, പ്രോട്ടോൺ. യെസ്. ക്ലോറിനിലോ? അതന്നെ. എല്ലാത്തിലും അതന്നെ ഉണ്ടായിരിക്കുക. ഓക്സിജനിലോ അതന്നെയായിരിക്കും. അതുപോലെ തന്നെ കാർബണിലും ഇതന്നെയായിരിക്കും. ഇതില് ഇലക്ട്രോണിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അതിന് ചാർജ് ഉണ്ടായിരിക്കും. എന്താണ്? ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ അറിയോ? നിങ്ങൾക്കറിയാം ഇല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിലൊക്കെ. എന്തെന്ന്? ഈ മുടി ചീകിയിട്ട്, പുതിയ പൊണ്ട് ചീകിയിട്ട് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ പേപ്പറിലൊക്കെ ആണെങ്കിൽ പേപ്പറിനൊക്കെ ആകർഷിക്കും. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അവരൊരു ഗ്ലാസ്സിനെ സിൽക്ക് കൊണ്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിൽക്കിൻ്റെ അടുത്തേക്ക് ആ ഗ്ലാസ് റോഡ് കൊണ്ടുവരികയാണെങ്കിൽ ഗ്ലാസ് റോഡുമ്പോൾ സിൽക്കൊക്കെ ചാടി പിടിക്കുന്നൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ഇല്ലേ? അതെന്ത് കൊണ്ടാന്ന് വെച്ചാൽ അപ്പോൾ കാന്തം പോലൊരു പ്രത്യേകത അവയ്ക്കുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് പറയും ഒന്നിനെ പോസിറ്റീവ് ചാർജ് എന്നും ഒന്ന് നെഗറ്റീവ് ചാർജ് എന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ചാർജിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. മനസ്സിലായ? അതേപോലെ ഇലക്ട്രോൺ എന്ന കണത്തിൻ്റെ ചാർജ് അപ്പം എന്താണ്? നെഗറ്റീവ് ചാർജ്. ഇതിന് പ്രോട്ടോണിന് എന്തായിരിക്കും ചാർജ്? പോസിറ്റീവ് ചാർജ്. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ള ഇതാണ് ഉണ്ടായിരിക്കുക. ഈ ചാർജുകളെ പ്രത്യേകം നിങ്ങൾക്കറിയാം. നെഗറ്റീവ് ചാർജും അടുത്ത് വന്ന വികർഷിക്കുന്നു, പോസിറ്റീവ് വന്ന വികർഷിക്കും നിങ്ങൾക്കറിയാം. നെഗറ്റീവ് പോസിറ്റീവ് വന്നാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ആകർഷണം. അപ്പോൾ ആര് തമ്മിലാണ് ആകർഷണം ഉണ്ടാവുക? നെഗറ്റീവും പോസിറ്റീവും തമ്മിലാണ് ആകർഷണം ഉണ്ടാകുക. നെഗറ്റീവും തമ്മിൽ വികർഷണമാണ്. അപ്പോൾ പോസിറ്റീവും തമ്മിൽ വികർഷണമാണ്. ഈ ന്യൂട്രോണിന്റെ ചാർജ് എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചാർജ് ഇല്ല. എന്താണ്? ചാർജ് ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ 3 അടിസ്ഥാന കലങ്ങളെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണ് ന്യൂട്രലാണ്, ചാർജ് ഇല്ല. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ല. ന്യൂട്രോൺ ഈസ് ന്യൂട്രൽ വൈൽ പ്രോട്ടോൺ ഹാസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ഇലക്ട്രോൺ ഹാസ് നെഗറ്റീവ് ചാർജ് എന്ന കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, മനസ്സിലായ? ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്രോണും ഇലക്ട്രോണും ഒരു ചെറിയ സ്ഥലത്ത് കട്ട പിടിച്ചിരിക്കുകയാണ്. ആ കട്ട പിടിച്ച് ഒരു കൂടിച്ചേർന്ന് ഒരുമിച്ചിരിക്കുകയാണ്. എല്ലാ ന്യൂട്രോണുകളും ഒരു കട്ട പിടിച്ചിങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ ന്യൂട്രോണുകളുടെ ഇടയിൽ സിമെൻറ്റിങ് ആയിട്ടാണ് ന്യൂട്രോൺ ഇരിക്കുക. 2 ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടികയുടെ ഇടയിൽ നമ്മൾ ഒട്ടിപ്പിടിച്ചിരിക്കാൻ എന്ത് വേണം? ഒരു സിമെൻറ്റിങ് വേണ്ടേ?
സിമെന്റിൽ ചാന്ത് വെച്ചല്ലേ നമ്മൾ ഇഷ്ടികൾ ഒട്ടിക്കുക. എന്ന പോലെ ന്യൂട്രോണുകൾ പരസ്പരം അടുത്ത് വന്ന് എന്തുണ്ടാവും? വികർഷിക്കും അല്ലെ? ന്യൂട്രോണും അല്ല, പ്രോട്ടോണും അടുത്തിരിക്കാൻ പറ്റുമോ? കാരണം എന്താ? പ്രോട്ടോണും അടുത്ത് വന്ന് വികർഷിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അത് വികർഷിക്കാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്ത് വയ്ക്കുക? ചാർജ് ഇല്ലാത്തൊരു സാധനം വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ന്യൂട്രോണിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പ്രോട്ടോണുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അത് കട്ട പിടിച്ച് ഒരു സ്ഥലത്തിരിക്കും. ആ കട്ട പിടിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുന്ന പോലെയാണ് എന്ത്? അതായത് നമ്മൾ കോഴിമുട്ടയുടെ ഉണ്ണിയില്ലേ, മഞ്ഞക്കരു, അത് സെൻട്രലില്ലേ, അത് സങ്കല്പിക്കുക. അതുപോലെ ആയിരിക്കും എന്ത്? നമ്മൾ കോശത്തിനുള്ളിലെ ന്യൂക്ലിയസ് എന്ന് പറയില്ലേ, എന്ന പോലെ ആണ് എന്തുണ്ടായിരിക്കുക? ഈ പ്രോട്ടോണുകൾ ഇരിക്കുക. ആ പ്രോട്ടോണുകളുടെ ഇടയിൽ എന്തുണ്ടായിരിക്കും? ന്യൂട്രോണുകൾ ഉണ്ടായിരിക്കും. അത് ഞാനിപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രോട്ടോൺ ഇങ്ങനെ വട്ടത്തിൽ ഓരോ സാധനങ്ങളാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് 4 കട്ട പിടിച്ച് ഇവിടെ ഇരിക്കും. ഇതിൻ്റെ ഇടയിൽ എന്തിനിരിക്കും? ന്യൂട്രോണ്. അത് വേണ്ട, വേറെ കളർ. പച്ചയും ചുവപ്പും നേരെ ഓപ്പോസിറ്റ് കൊടുക്കാം അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ ന്യൂട്രോൺ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഇങ്ങനെ ഒരു വട്ടത്തിന്റെ ഉള്ളിലായിരിക്കും ഇരിക്കുക. ഇരിക്കുക? ഒരു ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് വിളിക്കും. എന്താണ് പറയാ? ആന്തരത്തിന്റെ കേന്ദ്രം. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ്, ഇത് സെൻട്രലാണ്, ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്തൊക്കെ ഇരിക്കുക? ഈ പ്രോട്ടോൺ. ഇതിനെ ഈ പച്ച എന്താണ്? പ്രോട്ടോൺ. ഇതെന്താണ്? പച്ച പ്രോട്ടോൺ. ഈ ബ്ലാക്ക് ന്യൂട്രോൺ. ഇങ്ങനെയാണ് ഇരിക്കുക. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലായി. ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത് നോക്കാൻ ചെയ്തേട്ടാ. നിങ്ങൾ പഠിക്കുന്നത് മനസ്സിലായി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ പഠിക്കണം. ഞാൻ തെറ്റിയാലും നിങ്ങൾ തിരുത്തണം. പ്രോട്ടോൺ, ന്യൂട്രോൺ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ എവിടെയാണ് ഇലക്ട്രോണിന്റെ സ്ഥാനം? നമുക്കൊരു അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ. ഇതിപ്പോ ഇനി എവിടെ പോയിട്ട് ഇപ്പൊ ഇലക്ട്രോൺ ഇരിക്കുക? കാരണം ഇത് അപ്പൊ എന്താ വെച്ചാല് ഇലക്ട്രോൺ ഇരിക്കുക ഇതിന്റെ ചുറ്റിലുമായിരിക്കും. പല വട്ടങ്ങളിൽ ഇതിനെ ചുറ്റും ആയിരിക്കും. വളരെ അകന്ന് ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ 4 എണ്ണാണ് ഉള്ളത്. അങ്ങനെ എങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഇതിൽ എത്ര എണ്ണം ചുറ്റും കറങ്ങാനുണ്ടാവും? എത്ര എണ്ണം ഉണ്ടാവും? ഇതിൽ 4 പ്രോട്ടോൺ ആണെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? അപ്പൊ എത്ര എണ്ണം ചുറ്റി കറങ്ങുന്നുണ്ടായിരിക്കും? 4 എണ്ണം. കാരണം എന്താ? ഏതെങ്കിലും വസ്തുവിന് ചാർജ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇലക്ട്രോൺ പ്രോട്ടോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ അടുത്തിരിക്കുമ്പോൾ കൂട്ടിമുട്ടോ ആകർഷിച്ചിട്ട് ഇല്ല. എന്താ കാരണം? നമ്മുടെ മേത്തുള്ള ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. തുല്യമാണെങ്കിൽ എന്തുണ്ടാവും? ചാർജ് ക്യാൻസലായി പോവും. അല്ലെങ്കിൽ പാനിന് പിടിക്കാൻ പറ്റില്ല നമുക്ക്, ഷോക്ക് അടിച്ചിട്ട്. എന്താ കാരണം? ഇതിൽ ഇലക്ട്രോണും പ്രോട്ടോണൊക്കെ ഈ ചോക്കൊന്നും പിടിക്കാൻ പറ്റില്ല മക്കളെ. മനസ്സിലായ? അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെന്ന്. അപ്പൊ ഇതിൽ ഏതൊരു വസ്തുവിലും ഇലക്ട്രോണും പ്രോട്ടോണും തുല്യമായത് കൊണ്ടാണ് അവയ്ക്ക് ചാർജ് നമുക്ക്
അല്ലെങ്കിൽ ഒക്കെ അത് കാന്തം പോലെ അല്ല, അതങ്ങോട്ട് കൂട്ടിമുട്ടും, നമുക്ക് ഒറ്റയോടെ നടക്കാൻ പറ്റില്ല ഇടിച്ചിട്ട്. അപ്പൊ അതില്ലാതിരിക്കുന്ന എന്താണ്, ഒക്കെ തുല്യമാണ്. അപ്പൊ ഇതിൽ 4 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ 4 നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഓക്കെ, യു ആർ റൈറ്റ്. നിങ്ങൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് എവിടെയായിരിക്കും വരിക എന്നാണ് ചോദ്യം. ആദ്യത്തെ ഇതിൽ ചെറിയ വട്ടം ആയിരിക്കും, പിന്നെ ഇങ്ങനെ വട്ടം കൂടി വരും, വട്ടം കൂടി വരും. ആദ്യത്തെ വട്ടത്തിൽ കറങ്ങാൻ 2 ഇലക്ട്രോണിനെ പറ്റൂ. എന്താ എത്ര അവിടെ 2 ഇലക്ട്രോണാണ് കറങ്ങാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഇലക്ട്രോൺ, അപ്പോൾ ഇത് ഇലക്ട്രോൺ, അപ്പോൾ 2 ഇലക്ട്രോൺ, പിന്നെ 2 പിന്നെ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. അപ്പോൾ 4 ഇലക്ട്രോൺ. ഇങ്ങനെയാണ് ഈ ഇതിൽ കറങ്ങുന്നത് 2 ഇലക്ട്രോൺ ആയിരിക്കും. പിന്നത്തേല് 8 ഇലക്ട്രോൺ ആയിരിക്കും കറങ്ങാനുള്ള വഴി. ഇതിൽ 8 കറങ്ങാനുള്ളതുണ്ട്. 2, 8 അങ്ങനെയാണ് ഇതിന്റെ ഒരു കണക്ക് പോകുന്നത്. അത് ചെറുതായിട്ട് പറഞ്ഞുതരാം ഞാൻ പിന്നീട്. അപ്പൊ ഇങ്ങനെയാണ് എന്തുണ്ടാവുക, കറങ്ങുക. മനസ്സിലായ? അപ്പോ ഇതിന്റെ ഷേപ്പ് മനസ്സിലായ? കൂടും. അപ്പോ ഇതില് ഇനി ഇതാണ് ഇത് 4 പ്രോട്ടോണുള്ള ഒരു ഇതിന്റെ ഇതാണ്. അടുത്തത് 5 പ്രോട്ടോണും 5 ഇലക്ട്രോണും ഉള്ളതായിരിക്കും അടുത്ത മൂലകം അഥവാ ആറ്റം. അപ്പൊ സെന്ററിൽ ഇങ്ങനെ പച്ച 5 ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിൽ ന്യൂട്രോൺ ഉണ്ടായിരിക്കും, പുറമെ 10 കറങ്ങും, 5 കറങ്ങിക്കൊണ്ട് ഇരിക്കും. അടുത്തത് അത് കഴിഞ്ഞ പിന്നെ എത്രയായിരിക്കും, 6 ഉള്ളത്, അത് വേറെ ആറ്റവും. അപ്പോ അതിലെത്ര ഇത് കറങ്ങിക്കൊണ്ടിരിക്കും, ആ ഉള്ളില് പ്രോട്ടോൺ എത്ര ഉണ്ടായിരിക്കും, 6 ഉണ്ടായിരിക്കും. പുറത്ത് ഇതിൽ 2 കറങ്ങും, പിന്നെ 4 അടുത്തതില് കറങ്ങും. ഈ ഇതില് എത്ര കറങ്ങും, ഇതിനെ പറയും ഷെല്ലുകൾ എന്ന് പറയും. എന്താ പറയുക, ഓരോ വട്ടത്തെയും ഷെല്ലുകള്. അപ്പൊ ഷെല്ലുകളിലാണ് എന്ത് കറങ്ങിക്കൊണ്ടിരിക്കുക, ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ട് ഇരിക്കുക. അപ്പൊ നമ്മൾ ഇതിനെ പറയാ ഷെല്ല് എന്ന് പറയാ, അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്ന് പറയും, ഓർബിറ്റ്. അപ്പോൾ ഇതിനെ കെ എന്ന് പറയും. ഒന്നാമതിനെ കെ എന്ന് പറയും, ഇതിന് എൽ എന്ന് പറയും, അടുത്ത് എം എന്ന് പറയും. കെ എൽ എം ഇങ്ങനെ ആണ് റൗണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് എന്തിൻ്റെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഓരോ ഷെല്ല്. ഇതിൽ കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, ഇതിൽ കെന് ഷെല്ല് എന്ന് പറയും. അപ്പോൾ കെ ഷെൽ, പിന്നെ എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ, ഇങ്ങനെ കുറെ ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഇതിൽ 2 ഇലക്ട്രോണാണ് ഈ ഷെല്ലിൽ 2 കറങ്ങാൻ പറ്റുക. ഇതിൽ 8 കറങ്ങാൻ പറ്റും, ഇതിൽ 18 കറങ്ങാൻ പറ്റും. ഈ ഒരു ഫോർമുല ഉണ്ട് അതിന്. നമുക്ക് ഇനി എന്താണ് ഷെല്ല്, എന്താണ് ഓർബിറ്റൽസ് എന്നൊക്കെ ഒന്ന് പഠിക്കുക. ഒരു ചെറിയ ധാരണ ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പിക്ചർ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം എന്താണ് നോക്കുക, നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകൾ ഇങ്ങനെ വട്ടം കറങ്ങുന്നു പറഞ്ഞു അല്ലേ. ആ വട്ടം കറങ്ങുന്ന അതിൻ്റെ വഴിയെ പറയുന്നത് ആണ് നമ്മൾ ഓർബിറ്റ്, എന്താ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്, അങ്ങനെ കുറെ ഷെല്ലുകൾ ഉണ്ടായിരിക്കും. ഈ ഷെല്ലിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒന്നാമത്തെ ഷെല്ലിന്റെ പേര് കെ ഷെല്ല് എന്ന് പറയും, രണ്ടാമത്തെ ഷെല്ലിന് എൽ ഷെല്ല് എന്ന് പറയും, മൂന്നാമത്തെ എം ഷെല്ല്, മറ്റേത് എൻ ഷെല്ല് എന്ന് പറയും. അപ്പോൾ ഷെല്ല്. ഇനി ഈ ഷെല്ലിൽ എത്ര എണ്ണത്തിന് കറങ്ങാമെന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ നമ്മൾ എങ്ങനെ പറയും? അതിനൊരു ഫോർമുല പറയുന്നുണ്ട്. ഒന്നാമത്തെ അതായത്
2 ഇൻറ്റു ഷെല്ലിന്റെ നമ്പർ എഴുതുക, അതിന്റെ പവർ 2 ഇടുക. എന്താണ് പറഞ്ഞത്? 2 ഇൻറ്റു പിന്നെ ഷെല്ലിന്റെ നമ്പർ, ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ 1 എഴുതുക, പിന്നെ 2 പവർ 2 ഇടുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ എങ്ങനെയാ പറയുക? 2 ഇൻറ്റു 2 റൈസ് ടു 2 എന്ന് എഴുതുക. അത് 2 എന്ന് എഴുതുക. അപ്പോൾ 2 × 4 8. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഷെല്ല് എത്രയായിരിക്കും? 2 ഇൻറ്റു 3 × 2, അതായത് 2 ഇൻറ്റു 3 × 9 18. അപ്പോൾ അടുത്ത ഷെല്ല് എനിക്ക് 2 ഇൻറ്റു 4 × 2. അപ്പോൾ അഞ്ചാമത്തെ ഷെല്ലിൽ എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? 2 ഇൻറ്റു 5 × എത്ര വരും? 2. 5 25 50. അങ്ങനെയാണ് ഇതിന്റെ പോക്ക്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ എന്തിനാണ് ഇത് പറയുന്നത് ചെയ്ത്? അപ്പൊ നമുക്കറിയാം ഇതിൽ എത്ര കൊള്ളും? ഇതിൽ കൊള്ളുന്ന എണ്ണം 2 എണ്ണം. കെ ഷെല്ലില് 2 എണ്ണം ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഇതില് 18 എണ്ണം കൊള്ളും. 8 എണ്ണം കൊള്ളും. അടുത്തതിൽ എത്ര എണ്ണം കൊള്ളും? 18 എണ്ണം കൊള്ളും. അങ്ങനെ ചുറ്റും വരയ്ക്കുകയാണെങ്കിൽ എഴുതാം. ഇനി ഇതൊരു കാര്യം, ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് മറ്റൊരു കാര്യം പഠിക്കുക. അപ്പൊ 2 8 18 32 അങ്ങനെയാണ് പോവുക. ഞാൻ അത് മാറ്റുന്നുണ്ട്. എണ്ണം. ഇനി നമുക്ക് എങ്ങനെയാണ് മൂലകങ്ങൾ കൂടിച്ചേരുക? അപ്പോൾ ഇങ്ങനെ ഒന്ന് പഠിക്കണമെങ്കിൽ ഇതിൽ പറയുന്നത് വെച്ചാൽ വ്യത്യസ്ത മൂലകങ്ങൾ, കാരണം ഇതിൽ എണ്ണാണ്. ഇതിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ ഒരു മൂലകമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ 5 എണ്ണമുള്ള പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അത് വേറെ മൂലകമായിരിക്കും. 6 എണ്ണം ഉണ്ടെങ്കിൽ വേറെ മൂലമായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറുതിൽ എത്ര എണ്ണം ഉണ്ടാവും എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒരെണ്ണം. അതിനെയാണ് ഹൈഡ്രജൻ. ഏതാണ് ഹൈഡ്രജൻ? ഒരു പ്രോട്ടോൺ മാത്രമുള്ള ഒരു കണമാണ് ഹൈഡ്രജൻ. അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞ ഏതായിരിക്കും? ഷുവറായിട്ട് നിങ്ങൾക്ക് പറയുന്നത് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വസ്തു ഹൈഡ്രജൻ ആയത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഹൈഡ്രജനിൽ ഒരേ ഒരു പ്രോട്ടോണുള്ളൂ, ഒരേ ഒരു ഇലക്ട്രോണുള്ളൂ. അതിൽ ന്യൂട്രോൺ ഉണ്ടോ ചോദ്യം. ഈ ന്യൂട്രോണിന്റെ ജോലി എന്താ? ഏതിനെ? പ്രോട്ടോണുകൾ ഒട്ടിച്ചു നിർത്താൻ സിമെന്റിംഗ് ഫാക്ടർ. ഒരെണ്ണുള്ളതിനെ ഒട്ടിച്ചു നിർത്താൻ ആവശ്യമുണ്ടോ? ഒട്ടിക്കണമെങ്കിൽ ചുരുങ്ങിയ എത്ര വേണം? 2. ഇതിന്റെ ഉള്ളില് 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അതിനെ ഒട്ടിക്കണ്ട അല്ലേ? അപ്പൊ ഇതിൽ മാത്രം എന്തില്ല? ന്യൂട്രോൺ ഇല്ലാത്ത ഏകമൂലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ഹൈഡ്രജൻ. വൈ? എനിക്കറിയാം, സിമെന്റിംഗ് ഫാക്ടറിന്റെ ഒട്ടിച്ചേർത്തേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ ഒട്ടിക്കണമെങ്കിൽ ചുരുങ്ങിയത് എത്ര എണ്ണം വേണം? 2 എണ്ണം വേണ്ടേ? 2 ഇഷ്ടികളുണ്ട്. ഇടയിൽ വെക്കണമെങ്കിൽ ചാന്ത് വെക്കണമെങ്കിൽ ചുരുങ്ങിയതിൽ എത്ര ഇഷ്ടി വേണ്ട? 2 ഇഷ്ടി വേണ്ടേ? എന്ന പോലെ ഇതിൽ വേണോ ഹൈഡ്രജനില്? ഹൈഡ്രജനിൽ വേണ്ട. ഓക്കെ, സിമ്പിൾ ലോജിക്. അതിന് പുസ്തകത്തിൽ പഠിക്കുന്നു വേണ്ട. മനസ്സിലായോ? അടുത്തത് ഹൈഡ്രജൻ കഴിഞ്ഞാൽ അടുത്തത് അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? 2. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ബുദ്ധി തെളിഞ്ഞു തുടങ്ങി. അപ്പോ ഹൈഡ്രജനിൽ ഹീലിയത്തിൽ 2 പ്രോട്ടോൺ ഉണ്ടായിരിക്കും. അപ്പൊ 2 പ്രോട്ടോൺ ഉള്ളതാണ് ഹീലിയം എങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും അതില്? 2. ഇനി അതില് ന്യൂട്രോൺ ഉണ്ടായിരിക്കുമോ? യെസ്, ന്യൂട്രോൺ. കാരണം 2 എണ്ണത്തിന് ഒട്ടിച്ചേർത്തണ്ടേ? സിമെന്റിംഗ് ഫാക്ടർ ഈസ് റിക്വയർഡ്. Therefore അതിൽ എന്തുണ്ടായിരിക്കും? ന്യൂട്രോൺ ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത മൂലകത്തിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 3 എണ്ണം 4 എണ്ണം. അങ്ങനെയാണ് വ്യത്യസ്ത എന്തുണ്ടായിട്ടുള്ളത്? മൂലകങ്ങൾ അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടായിട്ടുള്ളത്, എലമെന്റ്സ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കും. ഇനി അടുത്തതായിട്ട് വാലൻസി എന്നുള്ളത് എന്താണ് വാലൻസി? വാലൻസി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, 2 വസ്തുക്കൾ കൂടിച്ചേരണമെങ്കിൽ അത് ഈ ഷെല്ലിലെ ബാഹ്യ ഷെല്ല് എന്ന് പറയും. ഇതിലിപ്പോ ബാഹ്യ ഷെല്ല് എന്ന് പറയാനായിട്ട് ഇതിൽ ഈ ഷെല്ലില്ല. എന്താ കാരണം? ഇതിലാകെ എത്രയാണ് ഉള്ളത്?
4 പ്രോട്ടോണുള്ളൂ. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 4. രണ്ടെണ്ണം ഇതിലത്തെ ഫസ്റ്റിലത്തെ 2 എണ്ണം വേണ്ടത്. 2 എണ്ണം കഴിഞ്ഞ് ബാക്കി എത്ര എണ്ണം ഉള്ളത്? ബാക്കി 2 എണ്ണം ഉള്ളൂ. അപ്പൊ പിന്നെ ഈ ഷെല്ലിന്റെ ആവശ്യമില്ല, കറങ്ങാനായിട്ടില്ല. അപ്പൊ ഈ 2 ഷെല്ല് ഉണ്ടായിരിക്കുള്ളൂ. ഇതിന് 4 എണ്ണമുള്ള ഇതിന് 2 ഷെല്ലേ ഉണ്ടായിരിക്കുള്ളൂ. 2 ഷെല്ലാണ് ഉണ്ടായിരിക്കുക. പിന്നെ 8 എണ്ണം വരെ അതിൽ കൊള്ളും, രണ്ടാമത്തേല് കൊള്ളും. അപ്പോ ഇതില് ഒരു ഷെല്ല് കംപ്ലീറ്റ് ആയാൽ അതിന് സാച്ചുറേറ്റഡ് ആയി എന്ന് പറയും. ഒരു ഷെല്ല് സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് മുഴുവൻ കൊള്ളു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണ കൈ വന്നാൽ, കൊള്ളാവുന്ന കൊള്ളി കഴിഞ്ഞാൽ അതിൽ പിന്നെ പറയും, നമ്മൾ പറയും പൂർണ്ണമായി എന്ന് പറയും. ആ സാച്ചുറേറ്റഡ് വെച്ചാൽ കൊള്ളാവുന്ന. ഇപ്പൊ ഉപ്പ് നമ്മള് ഉപ്പുവെള്ളം ഉണ്ടാക്കും ഇല്ലേ? വെള്ളത്തിൽ ഉപ്പിടുകയാണെങ്കിൽ അലിയും, കുറച്ച് ഉപ്പിട്ട അലിയും, 1 ടീസ്പൂണൊക്കെ ഇട്ട് അലിയും. പിന്നെ നമ്മൾ കുറേ ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അലിയാണ്ടാവും, ഉപ്പോടെ നിൽക്കുന്ന ഒരവസ്ഥ വരും. അത് പഞ്ചസാരയൊക്കെ ഇടുമ്പോൾ അങ്ങനെ കുറെ ഇട്ട് കഴിഞ്ഞാൽ അലിയാത്തൊരവസ്ഥ വരും. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ജ്യൂസൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ അലിയാത്ത ഉപ്പൊക്കെ കാണാം അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ വെച്ചാല് ഉപ്പ് അലിയുന്നത് മുഴുവൻ അലിയുന്ന തരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മാക്സിമം അലിയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ മാക്സിമം അലിയുന്ന ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് സാച്ചുറേറ്റഡ് എന്ന് പറയും. പിന്നെ ഇടുന്നത് പിന്നെ അലിയില്ല. അതായത് അലിയുന്നതിന്റെ മാക്സിമം അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപ്പ് അതിൽ സാച്ചുറേറ്റഡ് ആയെന്ന് പറയും. എന്താ പറയാ? പിന്നെ അതിൽ കൊള്ളില്ല. ആ പൂർണ്ണമായിട്ട് നമ്മളിപ്പോ ഒരു ജാറ് മേടിച്ചു, ആ ജാറിൽ മാക്സിമം കൊള്ളുന്ന അളവ് കഴിഞ്ഞ് പിന്നെ ഇട്ടെന്നുണ്ടോ കുടത്തിൽ വെള്ളം വെച്ചാൽ അതിൽ കുടത്തിൽ വെള്ളം 10 ലിറ്ററിന് കുടന്ന് വിചാരിക്കുക, 5 ലിറ്റർ നിറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ആ 5 ലിറ്റർ കഴിഞ്ഞ് 10 ലിറ്ററിന്റെ കുടമാണെങ്കിൽ 10 ലിറ്റർ കഴിഞ്ഞാൽ അത് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടെന്ന് പറയും. കൊള്ളാളത് കൊണ്ട് കഴിയുന്നതിനെയാണ് ഇത് പറയുക, സാച്ചുറേറ്റഡ് ആയെന്ന് പറയുക. ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇത് സാച്ചുറേറ്റഡ് ആണ്, പിന്നെ അത് സ്വീകരിക്കില്ല, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കില്ല. പിന്നെ അടുത്ത് പിന്നത്തെ ഷെല്ലിൽ എത്രയാണ് കൊള്ളുക? 8 എണ്ണം. പിന്നെ 2 കഴിഞ്ഞ 8 എണ്ണം കൊള്ളുക. ഈ 8 എണ്ണം ഇതിലിപ്പോ 2 എണ്ണം കൊണ്ടിട്ടുള്ളൂ. സാച്ചുറേറ്റഡ് ആണോ? അത് പൂർണ്ണമായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിൽ എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം ഉണ്ട് ഇതിൽ, 6 എണ്ണം കൊള്ളും. അപ്പൊ 6 എണ്ണം കൊണ്ട് സാച്ചുറേറ്റഡ് എന്ന് പറയും. പിന്നത്തേല് സാച്ചുറേറ്റഡ് എത്ര എണ്ണം? പൂർണ്ണമായി കഴിഞ്ഞാൽ എത്ര എണ്ണം വേണം? 18 എണ്ണം വേണം. പക്ഷെ വേറൊരു പ്രത്യേകത ഇതിന്റെ മൂലകങ്ങൾക്ക്, ഏറ്റവും പുറത്തുള്ള ഷെല്ലിനെ പറയും ബാഹ്യ ഷെല്ല് എന്ന് പറയും, ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറയും. എന്താ പറയാ? ഏറ്റവും പുറത്തുള്ള ഷെല്ല്. അതിൽ 8 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ തൃപ്തിയായി എന്ന് പറയും. എന്താ പറയാ? അത് പിന്നെ ഇലക്ട്രോണിനെ മേടിക്കാനും പോവില്ല, പിന്നെന്ത് ചെയ്യില്ല, കൊടുക്കാനും പോവില്ല. ആ അവസ്ഥ ഉണ്ടാവും. എന്താണ്? എപ്പോഴാണ് ഒരു ഇലക്ട്രോണിൽ വിട്ടുകൊടുക്കുകയോ അതുപോലെ സ്വീകരിക്കുകയോ ചെയ്യാതിരിക്കുക? ഏറ്റവും പുറത്തുള്ള ഷെല്ലില് 8 ഇലക്ട്രോൺ എത്തിയാൽ പിന്നെ അത് ഇലക്ട്രോണിനെ സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്യില്ല. അതിന് ഒരാൾ പറയുക അഷ്ടകം തയ്ക്കുക എന്ന് പറയും. അപ്പൊ എപ്പോഴാണ് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കുക? 8 ഇലക്ട്രോൺ ഏറ്റവും പുറത്തെ ഷെല്ലിൽ എത്ര തികയുക? രണ്ടാമത്തെ അല്ലേ? ഏറ്റവും പുറത്തെ ഷെല്ലില് അത് ചിലപ്പോ 8 ആവാം. ഇതിലേതാണ് ഇത് രണ്ടാമത്തെ ഷെല്ലാണ്. വേറെ കുറെ എണ്ണുള്ളതിൽ ചിലപ്പോ 18 ഉള്ളതിൽ ഏറ്റവും പുറത്തെ ഷെല്ല് ഏതായിരിക്കും? ഇത്. 8 തികഞ്ഞ പിന്നെ അടുത്ത ഷെല്ല് ഇതില്, പിന്നെ വേണമെങ്കിൽ പിന്നെ ഷെല്ല്. അപ്പൊ ഏറ്റവും പുറത്തുള്ള ഷെല്ലില് 8 ഇലക്ട്രോൺ ആയിട്ടില്ല എങ്കിൽ അത് ഇലക്ട്രോണിനെ സ്വീകരിക്കുകയോ വിട്ടുകൊടുക്കുകയോ ചെയ്യും. അത് മനസ്സിലായില്ല, അത് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. ഈ 8 എണ്ണം തികയ്ക്കാനുള്ള വെമ്പൽ ഏതിനുണ്ടായിരിക്കും? ഏത് ആറ്റംസിനും ഉണ്ടായി. ഒരു ത്വര, 8 എണ്ണം തികയ്ക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരിക്കും.
അത് വിട്ടുകൊടുക്കാനാണ് എളുപ്പമെങ്കിൽ വിട്ടുകൊടുക്കും, സ്വീകരിക്കാനാണ് എളുപ്പമെങ്കിൽ സ്വീകരിക്കും. ഇനി നമുക്ക് നോക്കുക, ആറ്റമിക് നമ്പർ എന്നൊരു സാധനമുണ്ട്. എന്താണ് ആറ്റമിക് നമ്പർ? അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്താണ് ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ടേബിൾ എടുത്ത് നോക്കിയാൽ, ആ ടേബിൾ അത് പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കിയാൽ ഓരോ ആറ്റത്തിൻ്റെയും ഇടയിൽ ഒരു സ്ഥലത്ത് ഒരു സംഖ്യ എഴുതിയിട്ടുണ്ടാവും, പൂർണ്ണസംഖ്യയായിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതിൽ ഒരു ഭാഗത്ത് ഭിന്നസംഖ്യ എഴുതിയിട്ടുണ്ടാവും. പൂർണ്ണസംഖ്യ ആയിട്ടുള്ളത് ആണ് ആറ്റമിക് നമ്പർ. ഇതിപ്പോൾ സോഡിയത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 11 എന്ന് കാണും. എന്താണ്? ആ 11 അതിൻ്റെ ആറ്റമിക് നമ്പർ. എന്താ സുഹൃത്തെ ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? അതിലെ പ്രോട്ടോണിന്റെ എണ്ണമാണ്. എന്താണത്? പ്രോട്ടോണിന്റെ എണ്ണം. ഒരു ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ എന്താണ്? പ്രോട്ടോണിന്റെ എണ്ണം. അപ്പൊ സോഡിയത്തിന്റെ ആറ്റമിക് നമ്പർ 11 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സോഡിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, അതിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണെന്ന് അർത്ഥം? 11. അപ്പൊ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും അതില്? 11. ഓക്കെ, മനസ്സിലായ? അപ്പൊ 11 എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ആറ്റമിക് നമ്പർ. വാട്ട് ഈസ് ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറയാൻ കിട്ടില്ലേ? സംശയം വരുമോ? ഇല്ലല്ലോ. കാരണം എന്താണ്? ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണമാണ്. അതന്നെയായിരിക്കും ഇലക്ട്രോണിന്റെ എണ്ണവും. മനസ്സിലായി? ഇനി നമുക്ക് അപ്പോൾ ഇത് സോഡിയം ആണെങ്കിൽ 11 വെച്ചാൽ അതിൽ എത്ര ന്യൂട്രോൺ ഉണ്ടായിരിക്കും? 11. അല്ല, എത്ര പ്രോട്ടോൺ ഉണ്ടായിരിക്കും? അപ്പൊ നമുക്ക് ഇതിൽ എത്ര എണ്ണം കൂടി വരയ്ക്കണം? ഇതിൻ്റെ ഉള്ളിൽ 11 എണ്ണം വരയ്ക്കണം. മനസ്സിലായ? നാല് 4 8 4 4 8 10 എണ്ണായില്ലേ? ഇനി 11. ആ 11 എണ്ണം ഉണ്ട് ഇതില്. അപ്പൊ ഇതില് എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 11 ഇലക്ട്രോൺ. അപ്പൊ ആദ്യത്തെ 2 ഷെല്ലില് 2 എണ്ണം നിറയും. ന്യൂട്രോൺ വേറെ ഉണ്ട്, ന്യൂട്രോണുകൾ വേറെ വരും. ഓക്കെ ഓക്കെ. അപ്പൊ ന്യൂട്രോണും കൂടും ഇതിൻ്റെ ഉള്ളില്. അതിലും കൂടും. കാരണം ഇതിന് കൂടുതൽ ആവശ്യം വേണ്ടി വരും. ന്യൂട്രോണിന്റെ എണ്ണം കൂടും കേട്ടോ. ന്യൂട്രോണിന്റെ എണ്ണം മാത്രം കൂടും. മനസ്സിലായ? കാരണം ഇത് കൂടുന്തോറും പിടിച്ചെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സിമെന്റ് കൂടുതൽ വേണ്ടി വരും. അത് കാരണം ന്യൂട്രോണിന്റെ എണ്ണം കൂടും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതില് 2 എണ്ണം ഇവിടെ ബാക്കി എത്ര? 2 എണ്ണം ഫസ്റ്റ് ഷെല്ലിൽ കറങ്ങും ഇല്ലേ? പിന്നത്തേല് എത്ര എണ്ണം കറങ്ങും? 8 എണ്ണമാണ് വേണ്ടത്. അപ്പൊ 8 എണ്ണം കറങ്ങും അവിടെ. രണ്ടാമത്തേല് 2 ആയി, 4 ആയി, 6 ആയി. എത്ര? 8 എണ്ണായി ഇല്ലേ? 2 4 6 8 8 എണ്ണം 10. ഒരെണ്ണം കൂടി ഉണ്ട് ഇല്ലേ? ഈ രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം കൂടുതലുള്ളൂ. അപ്പൊ ഇനി എന്ത് വേണം? ഒരു ഷെല്ലും കൂടി വേണ്ടി വരും. അപ്പൊ 7 ഷെല്ലായിരിക്കും അതില്. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? അതിലെത്ര എണ്ണം കൊള്ളാമല്ലോ? ഒരെണ്ണുള്ളൂ. അപ്പൊ ഈ സോഡിയം എന്നുള്ളത് ഉണ്ടല്ലോ, എൻ എന്നുള്ളതില് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എന്തുണ്ടായിരിക്കും? ഒരെണ്ണം. അപ്പൊ ഇതില് പൂർത്തിയാക്കണമെങ്കിൽ എത്ര? 8 എണ്ണെങ്കിലും വേണം. അപ്പൊ എത്ര എണ്ണം കിട്ടണം? 7 എണ്ണം കിട്ടണം. അപ്പോഴേ അതിന് സ്റ്റെബിലിറ്റി വരുള്ളൂ. എന്ത്? അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാത്തൊരവസ്ഥ വരുള്ളൂ. എങ്ങനെയാണെങ്കിൽ 8 എണ്ണം തികയാണെങ്കിൽ 8 എണ്ണം തികയാന്ന് പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം തികഞ്ഞ രാസപ്രവർത്തനം ഏർപ്പെടില്ലേ. അപ്പൊ ഇത് രാസപ്രവർത്തനം ഏർപ്പെടാത്ത അവസ്ഥ വരണമെങ്കിൽ ഒന്നുകിൽ എന്തുണ്ടാവണം? 7 എണ്ണം കിട്ടണം, അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ കളഞ്ഞാലും മതി. അതിൽ എളുപ്പം ഏതാ? 7 എണ്ണം കിട്ടുക എന്നുള്ളതാ, ഒരെണ്ണം കളയാന്നുള്ളതാ. അപ്പൊ ഇത് വിട്ടുകൊടുക്കുന്നതാണ്. എന്താണ്?
വിട്ടുകൊടുക്കാൻ ടെൻഡൻസി കാണിക്കുന്ന മൂലകമാണ്, പ്രവണത കാണിക്കുന്ന മൂലകമാണ് സോഡിയം. അപ്പോൾ ഇതിന്റെ വാലൻസി പോസിറ്റീവ് ഒന്നാണെന്ന് പറയും. എന്താ പോസിറ്റീവ് ഒന്ന്? ഇത് വിട്ടുകൊടുക്കല്ലേ, ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ എന്തുണ്ടാവും? ഇതിലെ ഒരു പ്രോട്ടോൺ കൂടുതൽ, ഇതില് ഒരെണ്ണം കുറയും. ഇത് പോയി കഴിഞ്ഞാൽ ന്യൂട്രൽ ആവും. ഇത് രണ്ടും തുല്യായാലാണ് എന്തുണ്ടാവുക? ന്യൂട്രലായി നിൽക്കുള്ളൂ. അപ്പൊ ഇതെന്താവും? അയോണായി മാറുന്നു പറയും. എന്താ പറയാ? പോസിറ്റീവ് ചാർജ് വരും. മനസ്സിലായ? അത് കാരണം പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ സോഡിയം എങ്ങനെയാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട്. അപ്പൊ അതിനെ എന്ത് പറയും? അതിന്റെ വാലൻസി ഒന്നാന്ന് പറയും. അപ്പോ ഇതിന് ഒരു എണ്ണത്തെ വിട്ടുകൊടുക്കാനുള്ള ഒരു ഇതാണ്. ഇതേപോലെ ക്ലോറിനെ നോക്കുകയാണെങ്കിൽ അതിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോ ക്ലോറിൻ എത്ര ഉണ്ടായിരിക്കുക? 7 എണ്ണം. അപ്പൊ ഞാൻ പുറത്തെ ഷെല്ല് മാത്രമാണ് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് സിഎല്ലിന്റെ ഏറ്റവും പുറത്തെ ഷെല്ല് ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് അറിയൂ? 2, 4, 6, 17 അത് നോക്കിയേക്ക്. എത്രയാണ്? 17. അപ്പോ ഫസ്റ്റ് ഷെല്ലില് എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം. 2 എണ്ണം ഉണ്ടാവും. സെക്കൻഡില് 2, 4, 6, 8. അത് 8 രണ്ടും 10 പിന്നെ തേയില എത്ര എണ്ണം ഉണ്ടായിരിക്കും? 7 എണ്ണം. അപ്പൊ ഇവന് ഒരെണ്ണം കിട്ടാണ്ട് കൊതിയായി നടക്കണ്ടോ? 2, 4, 6, 7. എന്തുണ്ടാവും? ഇവന് ഒരെണ്ണം കിട്ടിയാൽ ഇവനെ സ്റ്റെബിലൈസ് ആവും അല്ലേ? ക്ലോറിന്റെ എന്താണ്? ഒരെണ്ണം കിട്ടി. ഇവനാണെങ്കിൽ ഒരെണ്ണം കൊടുത്ത ഇവ സ്റ്റേബിൾ ആവും. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്ന ഇത് അടുത്ത് വരുമ്പോ ഇത് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുമ്പോ ഇത് സ്റ്റേബിളായി. അപ്പൊ ഇത് പോസിറ്റീവ് ചാർജായി. ഇതില് നെഗറ്റീവ് ഒരെണ്ണം കൂടും. ഇതില് നെഗറ്റീവ് ആവും. അപ്പൊ ടിന്ന് കൂട്ടിയിടിച്ച് അവ ഒന്നാവും. അപ്പൊ എന്തുണ്ടാവും? സോഡിയം ക്ലോറിനും കൂടി ഒന്നായി ഈ രണ്ടും കൂടിയിട്ട് ഒരു മോളിക്കൂളായി ഒട്ടി നിൽക്കും. അപ്പൊ എന്തായി? സോഡിയം ക്ലോറൈഡ് എന്ന ഒരു ഉണ്ടായി. മനസ്സിലായ? ഇതിന് സ്വീകരിക്കാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ വാലൻസി -1. ഇതിന്റെ വാലൻസി -1. ആ വാലൻസി എന്താ അർത്ഥം? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള പ്രവണതയോ സ്വീകരിക്കാനുള്ള പ്രവണതയോ യുടെ എണ്ണത്തെയാണ് എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാനുള്ള കഴിവുണ്ട്, എത്ര ഇലക്ട്രോൺ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്, അതിനെ സൂചിപ്പിക്കുന്ന നമ്പറാണ് എന്ത്? വാലൻസി. സംയോജകത എന്ന് മലയാളത്തിൽ പറയും. സംയോജിക്കാനുള്ള കഴിവ്. എന്താണത്? ഒട്ടിച്ചേരാനുള്ള കഴിവ്. അതെങ്ങനെയാണത്? ഇലക്ട്രോണുകളെ കൊടുക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ ഉള്ള ആ കഴിവിന്റെ എണ്ണത്തെയാണ്. എത്ര എണ്ണത്തെ കൊടുക്കാൻ കഴിയും, അത് എത്ര സ്വീകരിക്കാൻ കഴിയും, അതാണത്. കൊടുക്കാൻ കഴിയുന്ന എണ്ണത്തെ പോസിറ്റീവ് വാലൻസി എന്നും സ്വീകരിക്കാൻ കഴിയുന്നതിനെ നെഗറ്റീവ് വാലൻസി എന്ന് പറയും. അതാണ് വാലൻസി. ആ വാലൻസിന് ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന എണ്ണത്തെയാണ്. അതിലുള്ള എത്ര എണ്ണത്തെ വിട്ടുകൊടുക്കാൻ കഴിയും എന്നതിന്റെ കണക്കാണ് വാലൻസി. ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ വാലൻസി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കണ്ടുപിടിക്കാം. വാലൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഈ വാലൻസി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ എഴുതാം? അപ്പൊ സോഡിയത്തിന്റെ ഇതിലെന്ന് പറയാം, അവർ കൂടിച്ചേരാ. അപ്പൊ സോഡിയത്തിന്റെ വാലൻസി 1, ക്ലോറിന്റെ വാലൻസി 1. ഇത് പോസിറ്റീവ് 1, ഇത് വാലൻസി വാലൻസി ഇതിന്റെ ക്ലോറിന്റെ
വാലൻസി -1. ഇത് കൊടുക്ക ഈ സോഡിയത്തിന്റെ വാലൻസിയില് എത്ര പറഞ്ഞത്? ഒരെണ്ണം ഇതിന് വേണ്ട. ഇത് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഫില്ലാക്കാൻ ഉപയോഗിച്ചു. ഏറ്റവും പുറത്തെ ഷെല്ലില് എത്ര വന്നു? ഒരെണ്ണം അധികം വന്നു. അപ്പൊ അതിന് അങ്ങോട്ട് പോകുമ്പോ ഇതൊരെണ്ണം കുറയും. 10 ഇതില് ഒരുമിച്ചിരിക്കും. ഒരെണ്ണം പുറത്ത് അധികം ഉള്ളത് 17 പുറത്തെത്രണ്ണ ചോദിക്കുന്നത്? 7. ഇതില് പുറത്തെത്രണ്ണ? ഒരെണ്ണം. ഇത് ഒരെണ്ണം പോയാ കൂടിച്ചേരുമ്പോ ഇതിൽ എത്ര എണ്ണാവും? 8 എണ്ണായി. ഇതില് 8 എണ്ണായി. രണ്ടും ശരിയല്ലേ? അപ്പൊ അതല്ല, അപ്പൊ ഇത് ആകർഷിച്ച ഈ 2 മൂളിക്കുളും ഒട്ടി നിൽക്കും. അടാ ഇത് അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഇതിന് നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് വന്നാല് ഇത് ഒട്ടിയില്ലേ? 2 ഒട്ടി നിൽക്കില്ലേ? കാന്ത എങ്ങനെയാ? 17 വെച്ചാൽ ഇതൊക്കെ ക്യാൻസൽ ആയി പോവില്ലേ? മനസ്സിലായ? അപ്പൊ ഇതിങ്ങോട്ട് പോകുമ്പോ ഇതിന്റെ അത്ര ചാർജ് ഇവിടെ നിൽക്കും. ഒരെണ്ണത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരെണ്ണത്തിന്റെ നെഗറ്റീവ് ചാർജ് എത്രയാണ്? ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഇത് അങ്ങോട്ട് പോകുമ്പോ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഒരെണ്ണം ഇങ്ങോട്ട് ചെന്നു വിചാരിക്കുക. അപ്പൊ ഇത് എത്രയായി നെഗറ്റീവ് ചാർജ് ആയി? ഒരെണ്ണം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 ചാർജ്. ഒട്ടിയ ശേഷം എന്തുണ്ടാവും? ചാർജ് ഇല്ലാണ്ടാവും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. സോഡിയത്തിന് എന്താ ഉള്ളത്? ഒരെണ്ണം കൊടുക്കാനുള്ള പ്രവണതയാണ്, ഇതിന് ഒരെണ്ണം സ്വീകരിക്കാനുള്ളതാണ്. ഇങ്ങനെയാകുമ്പോൾ ഇത് മൂലങ്ങൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഇവര് ഇത് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ അപ്പോൾ പോസിറ്റീവും ഇത് ഒരെണ്ണം കിട്ടുമ്പോൾ നെഗറ്റീവും. അപ്പോൾ അത് ഒട്ടി. അപ്പോൾ ഇതിന്റെ വാലൻസി 1 അതിന്റെ വാലൻസി 1 എന്ന് പറയും. കാരണം എന്താ? രണ്ടിനും ഒരു ഇലക്ട്രോണിനെ കൊടുക്കാനോ സ്വീകരിക്കാനോ കഴിവിനെയാണ് എന്തെന്ന് പറയും നമ്മള്? വാലൻസി. അപ്പോൾ സോഡിയത്തിന്റെ വാലൻസി എത്രയാണ്? അഥവാ സംയോജകത 1 ആണ്. ക്ലോറിന്റെയും 1. അവർ തമ്മിൽ കൂടിച്ചേരും. അപ്പൊ ഇതിനെ കൂടിച്ചേരാൻ ഒരെണ്ണം കൊടുക്കാള്, ഒരെണ്ണം സ്വീകരിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ ഒരെണ്ണവും ഇതിന്റെ ഒരെണ്ണവും വന്നാൽ കൂടിച്ചേരാം. അപ്പൊ രണ്ടിന്റെ ഓരോന്നും മതി. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഇവ തമ്മിൽ കൂടി ചേരും. മനസ്സിലായ? ഇനി മെഗ്നീഷ്യം ആണെങ്കിൽ Mg ആണെന്ന് വിചാരിക്കുക. ഇതിന് പകരം മെഗ്നീഷ്യം വിചാരിക്കുക. മെഗ്നീഷ്യന്റെ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ അതിന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക എളുപ്പം. ക്ലോറിന് ഒരെണ്ണം കിട്ടുകയാണ് വേണ്ടത്. അപ്പൊ മെഗ്നീഷ്യം ഒരു ക്ലോറിനായിട്ട് ചേരാൻ പറ്റുമോ? ഇതിനെ 2 എണ്ണം വിട്ടുകൊടുക്കണം. പറ്റുമോ? ഇത് മെഗ്നീഷ്യന് എത്രയാണ് ഇത്? അപ്പൊ 2 ഇലക്ട്രോൺ അത് വിട്ടുകൊടുക്കും. ക്ലോറിന് എത്ര എണ്ണം മതി? അപ്പൊ ഒരെണ്ണം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടിച്ചേരുമോ? ഇവിടെ 1 ആവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതുപോലത്തെ 2 ക്ലോറിൻ ആറ്റം വരും ഇവിടെ. ഇതിൽ ഇപ്പൊ ഇവിടെ 2 എണ്ണം വിട്ടുകൊടുക്കല്ലേ? ഇതിന് 2 ഇലക്ട്രോൺ ഇവിടെ വിട്ടുകൊടുക്കാനുണ്ട്. 12 അല്ലേ? 12 ആകുമ്പോ 2 എണ്ണം ഇവിടെ വരും. അപ്പൊ ഇവിടെ 12 ആകുമ്പോ ഉള്ളില് ഒരു ഇത് കൂടി ഉണ്ടായിരിക്കും. അതാണ് ഇതില് 12 എണ്ണം. ഇതിലിത് 2 ഇലക്ട്രോൺ. ഇതിലെത്ര എണ്ണം ഉള്ളത്? ഒരെണ്ണം മതിയിന് അല്ലേ? ഇതിന് ഒരെണ്ണം മതി. എന്താവാൻ? 8 എണ്ണം ആവാനായിട്ട്. പിന്നെ അപ്പൊ ഇത് ഒരെണ്ണായിട്ട് കൂട്ടിച്ചേര് 2 എണ്ണം കൊണ്ടുണ്ടാവില്ലേ? അപ്പൊ നമ്മള് അതിലേക്ക് ഒരെണ്ണായിട്ട് ഇടാൻ പറ്റില്ലേ? അതിലേക്ക് ക്ലോറിന്റെ ഒരെണ്ണായിട്ട് കൊണ്ടുവിടാൻ പറ്റില്ല. നമ്മൾ കൂട്ടുകാരെ കൊണ്ടിടുക. ഓരോന്നിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടാവും? വേറൊരു ക്ലോറിൻ ഇവിടെ വന്നിട്ട് ഒരെണ്ണം മേടിക്കും. എന്തുണ്ടാവുക? ഇതേപോലത്തെ വേറെ ക്ലോറിനായിട്ട് ഇവിടെ വരും. അതിനും കൊടുക്കും ഒരെണ്ണം.
അപ്പൊ എന്താ ഇത് അപ്പൊ ഇത് മനസ്സിലായ എന്താ കാരണം ഇതിനൊരെണ്ണം കൊടുത്തില്ല, അത് പോസിറ്റീവായി, വേറൊരെണ്ണം വന്ന് അതും. അപ്പൊ ഇത് പോസിറ്റീവായി, അതിന് കൊടുക്കുമ്പോ ഇത് രണ്ട് പോസിറ്റീവായി. മനസ്സിലായ? അപ്പൊ ഇതും ഈ പോസിറ്റീവ് നെഗറ്റീവ് ഓടി വന്നിട്ട് ഒട്ടുമ്പോ ഒരെണ്ണം ക്യാൻസലായി, പിന്നെ ഒരു ചാർജ് ഇല്ലേ, അതിനകത്ത് വേറൊരെണ്ണം വന്ന് പിടിക്കുമ്പോളാ അപ്പൊ എങ്ങനെയുണ്ടാവും? അപ്പൊ മെഗ്നീഷ്യം ആണെങ്കിൽ 2 ക്ലോറിൻ വേണം. അപ്പൊ ഇത് കൂടിച്ചേരുന്ന അളവ് എടുത്താൽ പോരാ, കൂടിച്ചേരാൻ വേറെ അളവ് എടുക്കണ്ടേ? ഇത്ര അളവ് തന്നെ സോഡിയത്തിന്റെ കൂടെ നമ്മൾ ഒരു ജാർ എടുത്താൽ മതി വെച്ചാല്, മെഗ്നീഷ്യം ആണെങ്കിൽ അതിന്റെ കൂടെ എടുക്കാനായിട്ട് എത്ര വേണം? 2 ജാർ എന്ത് വേണ്ടി വരും? മനസ്സിലായി? അത്ര അധികം വേണ്ടി വരുന്നു. ഇതിന് ഒരെണ്ണത്തിനിക്ക് ഒരെണ്ണം വേണം, അപ്പൊ വേറൊരെണ്ണം വേണ്ടേ? അപ്പൊ ഒന്നിക്ക് 2 വേണം. അപ്പൊ ഇത് ഒരു പാത്രം സോഡിയം എടുത്തു കഴിഞ്ഞാൽ ഒരു പാത്രം ക്ലോറിൻ മതിയായിരുന്നെങ്കിൽ, ഒരു പാത്രം മെഗ്നീഷ്യം ആണെങ്കിൽ 2 പാത്രം എന്ത് വേണ്ടി വരും? എന്നാലല്ലേ ഇരട്ടി എണ്ണം കിട്ടണമെങ്കിൽ ഇരട്ടി എടുക്കണ്ടേ? ഇരട്ടി എണ്ണം വേണ്ടേ? ഒന്നിന് 2 വേണ്ടേ? അപ്പൊ ഇതിന് ഇരട്ടി സാധനം വേണ്ടേ? മനസ്സിലായേ? അപ്പൊ നമുക്ക് മെഗ്നീഷ്യത്തിന്റെ ക്ലോറിനും കൂടി ചേരുമ്പോ ഇത് ഒരെണ്ണത്തിന്റെ ഇത് 2 എണ്ണം വേണം അല്ലെ? സോഡിയം ആണെങ്കിലാ Cl എത്ര എണ്ണം മതി? 2ന്റെയും ഒരെണ്ണം. അപ്പൊ എഴുതില്ലേ MgCl2 ഫോർമുല എഴുതണത്. അതിനൊരു സൂത്രമുണ്ട്. എന്താ വെച്ചാല് N-ന്റെ 1 എന്ന് എഴുതുക, Cl-ന്റെ 1 എന്ന് എഴുതുക. മനസ്സിലായ? അപ്പൊ 2ന്റെ 1 ആണെങ്കിൽ NaCl തന്നെ ഇടും. അത് അവര് Mg-യുടെ 2, Cl-ന്റെ 1. അപ്പൊ നമ്മൾ എഴുതാൻ വെച്ചാല് ഇത് കൊണ്ട് ഇവിടെ ഇടുക, ഇതിന്റെ കൊണ്ട് ഇവിടെ ഇടുക. Mg1 Cl2. Mg1 ആണെങ്കിൽ മാത്രം എഴുതില്ലേ, 1 ആണെങ്കിൽ മാത്രം. അപ്പൊ MgCl2. മനസ്സിലായ? എങ്ങനെയാണ് ഇത് എഴുതുക? വാലൻസി അറിയാമെങ്കിൽ എഴുതാൻ പറ്റും. ഇതിന്റെ 2 അല്ലേ, ഇതിന്റെ 1 അല്ലേ? അപ്പോ 2 ഉണ്ടെങ്കിൽ ഇത് 2 വേണ്ടേ? അപ്പൊ 2 ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് 2 എഴുതുക, ഇവിടെ അങ്ങനെ ക്രോസ് എഴുതി എളുപ്പമായി. അങ്ങനെ NaC. അപ്പൊ Hന്റെ 1 ഓരോ 2. അപ്പൊ H2 എങ്ങനെ ചേരുമ്പോ എങ്ങനെയായിരിക്കും പറയാൻ പറ്റുമോ? H എവിടെ കൊണ്ട് ഇത് ഇവിടെ എഴുതുക, ഇത് H2O. കാർബൺ. മനസ്സിലായ? മനസ്സിലായില്ലേ? അപ്പൊ കാർബണിന്റെ 4, Cl-ന്റെ 1. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് കൂടിച്ചേരുമ്പോ? Cl-ഉം എങ്ങനെയാ വരിക? Cl4 അല്ലേ? ഇതിന് 4 അപ്പൊ ഇപ്പുറത്ത് 4 ഇത് വരും, ഇത് ഒരെണ്ണം Cl2. അങ്ങനെയാണ് Cl. മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആയ? ഇങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതുക. മനസ്സിലായില്ലേ? കെമിക്കൽ ഫോർമുല എഴുതാനുള്ള സൂത്രം കിട്ടില്ല. അപ്പൊ എന്തറിഞ്ഞാൽ മതി? എന്ത് അറിയണം നമുക്ക്? വാലൻസി അറിഞ്ഞാൽ മതി. കെമിക്കൽ ഫോർമുല എഴുതാനുള്ള സൂത്രം മനസ്സിലായ? അതായത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു വട്ടം കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാം. Mg-യുടെ വാലൻസി 2, Cl-ന്റെ വാലൻസി 1 അറിയാമെങ്കിൽ ഇത് ക്രോസ് എഴുതിയാൽ മതി. MgCl എന്നിട്ട് ഇത് ഇവിടെയും ഇത് ഇവിടെയും കൊണ്ട് എഴുതാം. 2, 1 ആണെങ്കിൽ അത് കാണിക്കേണ്ട. അപ്പൊ MgCl2 എന്ന് എഴുതുക. മനസ്സിലായ? ഓക്കെ. ഇങ്ങനെയാണ് മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് വായിക്കും. അപ്പൊ നമ്മൾ അപ്പൊ ഫോർമുല എഴുതാൻ പഠിക്കണം. എന്ത് പഠിക്കണം മനസ്സിലായി? വാലൻസി പഠിക്കണം. ഓരോ മൂലകത്തിന്റെയും വാലൻസി കാണാൻ വേണം പഠിക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾ എഴുതി തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി,
യൂട്യൂബിലെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മൂലകത്തിൻ്റെയും പ്രധാനപ്പെട്ട കുറച്ച് മൂലകങ്ങളുണ്ട്. 10, 20, 25, 30 മൂലകത്തെ താഴെ അതിൻ്റെ ബാലൻസ് നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. അപ്പോൾ ഏത് ഫോർമുലയും നിങ്ങൾക്ക് എഴുതാനുള്ള സൂത്രം കിട്ടും. ഓക്കെ, ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു കാര്യം കൂടി പഠിക്കാം.